വെൽക്കം ടു ഹിന്ദി മിത്ര. ഇന്നത്തെ ക്ലാസ്സിൽ CBSE ഹിന്ദി പാഠപുസ്തകത്തിലെ തോപ്പ് എന്ന കവിതയിലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. എക്സാമിന് വരാവുന്നതാണ്. വീരൻ ഡംഗ്വാൽ എഴുതിയ ഒരു കവിതയാണ് തോപ്പ്. വിരാസത്ത് में मिली चीज़ों की बड़ी संभाल क्यों होती है. നമുക്ക് പൂർവികരിൽ നിന്നും കിട്ടിയ സാധനങ്ങൾ വളരെ കരുതലോടുകൂടി നമ്മൾ സംരക്ഷിക്കുന്നു. എന്താണ് ഇതിനുള്ള കാരണം? ഈ വസ്തുയെ ഹമേ അപ്നെ പൂർവജോങ്കി അപ്നെ ഇതിഹാസ് കി യാദ് ദിലാത്തി. ഈ വസ്തുക്കൾ നമുക്ക് നമ്മുടെ പൂർവികരുടെ അവരുടെ ചരിത്രത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ നമുക്ക് നൽകുന്നു. ഇൻസെ ഹമാര ഭാവനാത്മക സംബന്ധം ഹോത്താ ഹെ. ഇതുമായി നമുക്ക് നല്ലൊരു ആത്മബന്ധം തന്നെ ഉണ്ട്. ഇസ്ലിയെ ഇനെ അമൂല്യ മാനാ ജാത്താ ഹെ. കമ്പനി ബാഗ് മേ രഹി തോപ്പ് ഹമേ ക്യാ സിക്കാത്തി ഹെ. കമ്പനി ബാഗിൽ വച്ചിട്ടുള്ള തോപ്പ്, അതിൽ നിന്ന് നമ്മൾ എന്താണ് മനസ്സിലാക്കിയത്? कोई भी कितना ही ताकतवर क्यों न हो लेकिन एक दिन उसे शांत होना पड़ता है. എത്ര ശക്തിവാനായാലും ഒരു ദിവസം ശാന്തനാകേണ്ടതായി വരുന്നു. एक तोप हमें अंग्रेज़ों की शोषण और अत्याचारों की याद दिलाती है. ഈ തോപ്പ് നമുക്ക് ബ്രിട്ടീഷുകാരുടെ ചൂഷണവും അക്രമത്തെക്കുറിച്ചും ഓർമ്മ നൽകുന്നു. इस कविता से തോപ്പ് के विषय में क्या जानकारी मिलती है. ഈ കവിതയിൽ നിന്നും തോപ്പിനെക്കുറിച്ച് നമുക്ക് എന്തൊക്കെ ഇൻഫർമേഷനാണ് കിട്ടിയത്? यह अंग्रेज़ों की समय की तोप है. ബ്രിട്ടീഷുകാരുടെ സമയത്തുള്ള തോപ്പാണ്. 1857 में उसका प्रयोग ശക്തിശാലി ഹത്യാർ കെ രൂപ में किया गया है. 1857 യുദ്ധത്തിൽ വളരെ ശക്തിശാലിയ ഒരു ഹത്യാറായിരുന്നു തോപ്പ്. अब यह केवल दर्शनीय वस्तु है. ഇന്നൊരു പ്രദർശന വസ്തുവാണ് തോപ്പ്. ചിടിയ ഇസ് पर अपना घोंसला बना रहे हैं. പക്ഷികൾ ഇതിൻ്റെ അകത്ത് കൂട് കൂട്ടുന്നുണ്ട്. ബെച്ചെ ഹാം ഖേൽ രഹേ ഹെ. കുട്ടികൾ ഇതൊരു കളിപ്പാട്ടമായി കളിക്കുന്നുണ്ട്.